ഒരു വശത്ത് അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം, മറുവശത്ത് തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചുനിൽക്കാൻ തീരുമാനിച്ച കുറച്ച് ചെറുപ്പക്കാർ. ഇത് ചരിത്രത്തിലെ വെറുമൊരു കഥയല്ല, മറിച്ച് അധികാരവും ആദർശവും തമ്മിൽ എക്കാലത്ത് നടക്കുന്ന ഒരു പോരാട്ടത്തിന്റെ നേർക്കാഴ്ചയാണ്. നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ലോകം മുഴുവൻ പെട്ടെന്നൊരു ദിവസം തലകീഴായി മറിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന ബോധ്യത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ബാബിലോണിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോയ ദാനിയേലിനും കൂട്ടുകാർക്കും ഇതൊരു വെറും ചോദ്യമായിരുന്നില്ല, അവരുടെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമായിരുന്നു. അവരുടെ കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഒന്നാം ഭാഗം, ഒരു പ്രവാസിയുടെ തിരഞ്ഞെടുപ്പ്. സ്വന്തം നാട് തകർന്നു, സംസ്കാരം ഭീഷണിയിലായി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ദാനിയേലിനെയും കൂട്ടുകാരെയും ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഹൃദയത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നത്. അപ്പോൾ നെബൂഖദ്നേസർ രാജാവിന്റെ പ്ലാന് വളരെ സിമ്പിളായിരുന്നു. യഹൂദയിലെ ഏറ്റവും മിടുക്കരായ ചെറുപ്പക്കാരെ തിരഞ്ഞെടുക്കുക, അവരെ ബാബിലോണിയൻ രീതികൾ പഠിപ്പിക്കുക, സാമ്രാജ്യത്തിന്റെ വിശ്വസ്ത സേവകരാക്കി മാറ്റുക. ഇത് വെറുമൊരു ജോലിക്കുള്ള ട്രെയിനിംഗ് ആയിരുന്നില്ല, മറിച്ച് അവരുടെ സ്വത്വം തന്നെ മാറ്റാനുള്ളൊരു ശ്രമമായിരുന്നു. അവരുടെ ആദ്യത്തെ പരീക്ഷണം വന്നതെവിടെയാണെന്നോ? ഭക്ഷണമേശയിൽ. രാജാവ് നൽകുന്ന വിഭവങ്ങൾ ഒരുപക്ഷേ അവരുടെ വിശ്വാസപ്രകാരം കഴിക്കാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ അന്യദേവന്മാർക്ക് സമർപ്പിച്ചതോ ആവാം. അതുകൊണ്ട് ആ ഭക്ഷണം കഴിച്ച് അശുദ്ധരാകാൻ അവർ തയ്യാറായില്ല. പകരം അവർ ധൈര്യത്തോടെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഞങ്ങൾക്ക് 10 ദിവസം സാധാരണ പയർവർഗ്ഗങ്ങളും വെള്ളവും മാത്രം തരൂ, എന്നിട്ട് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ആ പരീക്ഷണത്തിന് ശേഷം സംഭവിച്ചത് ശരിക്കും അത്ഭുതമായിരുന്നു. ദാനിയേലും കൂട്ടുകാരും രാജകൊട്ടാരത്തിലെ മറ്റെല്ലാവരേക്കാളും അവിടുത്തെ ജ്ഞാനികളെക്കാളും 10 മടങ്ങ് മികച്ചവരാണെന്ന് തെളിഞ്ഞു. അതോടെ അവരുടെ സ്ഥാനം ആ കൊട്ടാരത്തിൽ ഉറപ്പിച്ചു. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം നെബൂഖദ്നേസർ രാജാവിനെ ഒരു സ്വപ്നം വല്ലാതെ അലട്ടാൻ തുടങ്ങിയത്. അതൊരു ജീവൻമരണ പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു. രാജാവിന്റെ ആവശ്യം കേട്ടാൽ ആർക്കും ഭ്രാന്താണെന്നേ തോന്നൂ. കാരണം താൻ കണ്ട സ്വപ്നം എന്താണെന്ന് രാജാവ് തന്നെ മറന്നുപോയിരുന്നു. എന്നിട്ടും ആ സ്വപ്നം കണ്ടുപിടിച്ച് അതിന്റെ അർത്ഥം വിശദീകരിക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാവരെയും കൊല്ലുമെന്നായിരുന്നു ഭീഷണി. ഇതൊരു അസാധ്യമായ കാര്യമായിരുന്നു. ആർക്കും അതിനുത്തരം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ദാനിയേൽ മുന്നോട്ടു വന്നു. ദൈവം വെളിപ്പെടുത്തിയ ആ സ്വപ്നം അദ്ദേഹം രാജാവിന് വിശദീകരിച്ചു കൊടുത്തു. സ്വർണം കൊണ്ടുള്ള തല, വെള്ളികൊണ്ടുള്ള നെഞ്ച്, ഓടുകൊണ്ടുള്ള വയറ്, ഇരുമ്പുകൊണ്ടുള്ള കാലുകൾ, പിന്നെ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങളുമുള്ള ഒരു ഭീമാകാരമായ പ്രതിമ. എന്നാൽ ആ സ്വപ്നം ഒരു പ്രവചനം കൂടിയായിരുന്നു. പ്രതിമയുടെ ഓരോ ഭാഗവും ഓരോ ലോകശക്തിയെയാണ് പ്രതിനിധീകരിച്ചത്. സ്വർണ്ണത്തല, അത് നെബൂഖദ്നേസറുടെ ബാബിലോണിയൻ സാമ്രാജ്യം തന്നെ. അതിനുശേഷം വരുന്ന വെള്ളി, ഓട്, ഇരുമ്പ് എന്നിവയെല്ലാം തുടർന്നു വരുന്ന സാമ്രാജ്യങ്ങളെയാണ് സൂചിപ്പിച്ചത്. ഓരോന്നും മുൻപത്തതിനേക്കാൾ ദുർബലമായിക്കൊണ്ടിരിക്കുമെന്ന് ആ സ്വപ്നം പറഞ്ഞു. മൂന്നാം ഭാഗം, അഗ്നിപരീക്ഷ. ദാനിയേൽ രാജാവിന്റെ പ്രീതി നേടിയെങ്കിലും അദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കൾക്ക് മറ്റൊരു വലിയ പരീക്ഷണം നേരിടേണ്ടി വന്നു. ഇത്തവണ വിഷയം വ്യക്തിപരമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നില്ല, മറിച്ച് പരസ്യമായ ആരാധനയും രാജ്യത്തോടുള്ള കൂറുമായിരുന്നു. രാജാവിന്റെ കൽപ്പന വളരെ കർശനമായിരുന്നു. 1. 90 അടി ഉയരമുള്ള ഒരു സ്വർണ്ണപ്രതിമ സ്ഥാപിച്ചു. 2. സംഗീതം കേൾക്കുമ്പോൾ എല്ലാവരും അതിനെ കുമ്പിട്ട് ആരാധിക്കണം. 3. ആരെങ്കിലും വിസമ്മതിച്ചാൽ അവരെ നേരെ എരിയുന്ന തീച്ചൂളിലേക്ക് എറിയും. ഒന്നുകിൽ അനുസരിക്കുക, അല്ലെങ്കിൽ ജീവനോടെ എരിഞ്ഞടങ്ങുക. പക്ഷേ ശദ്രുക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോയുടെയും മറുപടി കേൾക്കൂ. അവർ പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഇനി ഒരുപക്ഷെ അവൻ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ അങ്ങയുടെ ദേവന്മാരെയോ ഈ പ്രതിമയോ ആരാധിക്കാൻ പോകുന്നില്ല. എന്തൊരു ധൈര്യവും വിശ്വാസവുമാണത്, അല്ലേ? ഇത് കേട്ട് രാജാവിന്റെ കോപം ഇരട്ടിച്ചു. ചൂള 7 ഇരട്ടി ശക്തിയിൽ കത്തിക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. എന്നാൽ തീയിലേക്ക് എറിയപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ട് രാജാവ് ഞെട്ടിത്തെറിച്ചുപോയി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അതാ ഞാൻ 4 പേരെ തീയുടെ നടുവിൽ ഒരു കുഴപ്പവുമില്ലാതെ നടക്കുന്നത് കാണുന്നു. 4-മത്തെയാൾ ഒരു ദേവദൂതനെപ്പോലെ ഇരിക്കുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ബാബിലോണിൽ പുതിയൊരു രാജാവ് വന്നു, ബെൽഷസർ. അഹങ്കാരം എങ്ങനെയാണ് ഒരു സാമ്രാജ്യത്തെ തകർക്കുന്നത് എന്നതിന്റെ കഥയാണിത്. ബെൽഷസർ രാജാവ് ഒരു വലിയ പാർട്ടി നടത്തുകയായിരുന്നു. ആ ആഘോഷത്തിനിടയിൽ യെരൂഷലേമിലെ ദേവാലയത്തിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുവന്ന് വിശുദ്ധ പാത്രങ്ങളിൽ അവർ വീഞ്ഞുകുടിച്ച് സ്വന്തം ദേവന്മാരെ പുകഴ്ത്തിപ്പാടി. ഇത് ദൈവത്തോടുള്ള ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു മനുഷ്യന്റെ കൈപ്പത്തി മാത്രം ആകാശത്തുനിന്ന് പ്രത്യക്ഷപ്പെട്ട് കൊട്ടാരത്തിലെ ചുമരിൽ 3 വാക്കുകൾ എഴുതി: മെനെ തെക്കേൽ ഫെരസ്. രാജാവും കൊട്ടാരത്തിലുള്ളവരും പേടിച്ചു വിറച്ചു. ആർക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. വീണ്ടും ദാനിയേലിനെ വിളിച്ചുവരുത്തി അദ്ദേഹം അതിന്റെ അർത്ഥം വളരെ വ്യക്തമായി പറഞ്ഞു. മെനെ, ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണിത്തീർത്തു. തെക്കേൽ, നിന്നെ ഒരു തുലാസിൽ തൂക്കി നോക്കി നീ ഭാരം കുറഞ്ഞവനാണെന്ന് കണ്ടു.
ഫെറേസ് നിന്റെ രാജ്യം വിഭജിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുക്കാൻ പോകുന്നു. ആ പ്രവചനം ഫലിക്കാൻ അധികം സമയം വേണ്ടിവന്നില്ല. ദാനിയേൽ ഇത് പറഞ്ഞ അതേ രാത്രിയിൽ തന്നെ ശത്രുക്കൾ കൊട്ടാരത്തിൽ പ്രവേശിച്ച് ബെൽഷസ്സർ രാജാവിനെ വധിച്ചു. അതോടെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അന്ത്യമായി. ഇനി നമ്മൾ വരുന്നത് ദാനിയേലിന്റെ പുസ്തകത്തിലെ ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ സംഭവത്തിലേക്കാണ്. ദാനിയേലിന്റെ സത്യസന്ധതയും കഴിവും കാരണം അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ടായി. അവരൊരുക്കിയ കെണിയായിരുന്നു സിംഹക്കുഴി. ദാനിയേലിനെ കൊടുക്കാനായി ശത്രുക്കൾ ഒരു നിയമമുണ്ടാക്കി. 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുത് എന്നതായിരുന്നു നിയമം. പക്ഷെ ദാനിയേൽ പതിവുപോലെ തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിയമം ലംഘിച്ചതിന് അദ്ദേഹത്തെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് എറിഞ്ഞു. രാജാവിന് ആകെ വിഷമമായി. അദ്ദേഹം ആ രാത്രി ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ ഗുഹയുടെ അരികിലെത്തിയപ്പോൾ അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ് അദ്ദേഹത്തെ കാത്തിരുന്നത്. സിംഹക്കുഴിയുടെ ഉള്ളിൽ നിന്ന് ദാനിയേലിന്റെ ശബ്ദം കേട്ടു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, രാധാവേ, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. അവ എനിക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല. അപ്പോൾ ദാനിയേലിന്റെ ജീവിതത്തിലെ ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്കെന്താണ് പഠിക്കാനുള്ളത്? 1. എത്ര വലിയ സമ്മർദ്ദം വന്നാലും സത്യസന്ധത കൈവിടാതിരിക്കുക. 2. ഭൂമിയിലെ അധികാരങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. 3. അചഞ്ചലമായ വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. പിന്നെ ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് അസാധാരണമായ ജ്ഞാനം നൽകും. അപ്പോ ഈ പുരാതന കഥ നമ്മൾ ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ചുറ്റുമുള്ള എല്ലാവരും ഒരുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിർബന്ധിക്കുന്ന ഈ ലോകത്ത് നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവാത്ത ഒരൊറ്റ കാര്യം എന്താണ്?